ഗുവാഹത്തിയിൽ സുഖോയ് യുദ്ധവിമാനം തകർന്നു വീണു. പൈലറ്റിനെ കാണാനില്ല. ജോർഹാട്ട് വ്യോമത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന് 7:42 റഡാറിൽ നിന്ന് സിഗ്നൽ പൂർണ്ണമായും നഷ്ടമായി. വ്യോമസേന പരിശോധന ആരംഭിച്ചു. വിവരങ്ങളുമായി റഷീദ് ബിൻ മുഹമ്മദ് ചേരുകയാണ്. 7:42 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. തകർന്നു വീണത് എവിടെയാണെന്നും ഈ പൈലറ്റിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുമുണ്ടോ ഇപ്പോൾ? അത്തരം വിവരങ്ങൾ വ്യോമ മന്ത്രാലയം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ ഗുവാഹത്തിയിലെ ഒരു സമീപമാണ് ഇത്തരത്തിൽ വിമാനം തകർന്നു വീണിട്ടുള്ളത്. കർബി ആംഗ്ലോങ്ങിലുള്ള മലമുകളിലാണ് വിമാനം തകർന്നു വീണിട്ടുള്ള വിവരമാണ് ഇപ്പോൾ വ്യോമ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിമാനം തകർന്നതിനെ തുടർന്ന് ഉഗ്രശബ്ദമടക്കം കേട്ടതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും 7:42 കൂടിയാണ് ഈ വിമാനത്തിന്റെ സിഗ്നൽ റഡാറിൽ നിന്നും പൂർണ്ണമായി നഷ്ടമാവുകയും ചെയ്തിട്ടുള്ളത്. 7 മണിയോട് കൂടി സോർഘാട്ട് വിമാനത്താവളത്തിൽ നിന്നാണ് ഈ വ്യോമത്താവളത്തിൽ നിന്നാണ് വിമാനം പറന്നുയർന്നിട്ടുള്ളത്. ഇതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിന്റെ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിദഗ്ധമായിട്ടുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘത്തെ ഈ മേഖലയിലേക്ക് അയക്കുകയും ഈ പൈലറ്റിനെ അടക്കം കണ്ടെത്താനുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് സേനയും വ്യക്തമാക്കിയിട്ടുള്ളത്. സുഖോയ് വിമാനം നേരത്തെ 13-ലധികം വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഉഗ്രശേഷിയുള്ള മിസൈലുകൾ അടക്കം വഹിച്ചു കൊണ്ടുപോകാൻ ഉള്ള ഒരു കഴിവ് ഈ വിമാനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ യുദ്ധങ്ങളിലൊക്കെ തന്നെയും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള നിരവധി പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടില്ല. അതോടൊപ്പം ഈ പൈലറ്റിനെ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള പരിശോധനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകി.